വചനമൊഴി ഏപ്രിൽ 9. വചനഭാഗം വെളിപാട് 1:10-18, ലൂക്കായുടെ സുവിശേഷം 24:36-43. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉയർത്തെഴുന്നേറ്റ ഈശോ നിത്യം ജീവിക്കുന്നവനും നമ്മോടുകൂടെ ഉള്ളവനുമാണ് എന്ന സത്യമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നു, ശിഷ്യന്മാർ ഭയത്തോടെ അടഞ്ഞ മുറിയിൽ ഇരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യേ വന്ന് നിൽക്കുന്നു. അവരോട് പറയുന്നു, സമാധാനം നിങ്ങളോടുകൂടെ. ഈശോ തൻ്റെ മുറിവുകൾ കാണിക്കുന്നു, അവരുടെ മുൻപിൽ ഭക്ഷിക്കുന്നു. പ്രകാരം തൻ്റെ ഉയർപ്പ് ഒരു കാഴ്ചയല്ല, ഒരു ദർശനമല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഭയമുളവാകുന്നിടത്ത് ധൈര്യം നൽകുന്നതിന്, സംശയമുളവാകുമ്പോൾ കൃത്യത നൽകുന്നതിന്, ആശങ്കകൾ ഉളവാകുമ്പോൾ ഉറപ്പോടുകൂടി നിൽക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിലും ഭയത്തിൻ്റെ മധ്യേ സമാധാനവുമായി മിശിഹ വരുന്നു. സംശയങ്ങളുടെ മധ്യേ കൃത്യമായ ഉത്തരവുമായി മിശിഹ നൽകുന്നു. ആകുലതകളുടെയും ആശങ്കകളുടെയും മധ്യേ ധൈര്യമായി മിശിഹ നൽകുന്നു. മിശിഹ വരുന്നു. ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ജീവിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ നാം ശ്രവിക്കുന്നത് അതുതന്നെയാണ്. യോഹന്നാൻ്റെ ദർശനത്തിൽ ഈശോയെ കാണുമ്പോൾ യോഹന്നാൻ ഭയപ്പെടുന്നു. യോഹന്നാൻ ദർശനത്തിൽ ഈശോയെ കാണുമ്പോൾ യോഹന്നാൻ ഭയപ്പെടുന്നു. എന്നാൽ ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അവസാനനും ഭയപ്പെടേണ്ട, ഞാൻ ആദ്യവും അവസാനവുമാണ്. ഞാൻ ജീവിക്കുന്നു. ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ. സുവിശേഷത്തിൽ ഈശോയുടെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിൽക്കുന്ന ഈശോ, സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ മധ്യേ വന്ന് നിൽക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ഈശോ, വെളിപാട് ഗ്രന്ഥത്തിൽ മഹിമയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈശോ, ഈ രണ്ടും ജീവിക്കുന്നവനായ മിശിഹായാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നിത്യം ജീവിക്കുന്ന ഉത്തിതനായ മിശിഹായോട് ചേർന്ന് നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കുക. അതാണ് മനുഷ്യന് നിത്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ മിശിഹായെ, ഉത്തിതനായ മിശിഹായെ അനുഭവിക്കുവാൻ, മിശിഹായുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.